പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതോടെ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല കടന്നുപോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണ്. ഇപ്പോഴിതാ ചാലക്കുടി വാൽപ്പാറ സംസ്ഥാന പാതയിൽ 60 വർഷം പിന്നിടുന്ന ഏക സ്വകാര്യ ബസ് സർവീസ് എന്നേക്കുമായി സർവീസ് അവസാനിപ്പിക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സർവീസ് അവസാനിപ്പിക്കാൻ കാരണമായി പറയുന്നത്. 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള ചാലക്കുടി വാൽപ്പാറ റൂട്ടിൽ പകുതിയിലേറെയും കാടാണ്. ഒരു സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വനപാത കൂടിയായിരുന്നു ഇത്. സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളുമായിരുന്നു ബസ്സിലെ സ്ഥിരം യാത്രക്കാർ. തൊഴിൽ ഇടങ്ങളിലേക്ക് പണിയായുധങ്ങളുമായി പോയിരുന്ന നിരവധി യാത്രക്കാർ ഈ റൂട്ടിലൂടെയുള്ള ഏക സർവീസിനെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് തുടക്കമായതോടെ ബസ് ജീവനക്കാർ നേരിട്ടത് വൻ സാമ്പത്തിക തകർച്ചയാണ്. 65 കൊല്ലത്തിലെ സർവീസ് നടത്തുന്ന ബസ് ചീനിക്കാസിൻ്റെ കയ്യിലിട്ട് 6 വർഷത്തിന് മേലെയായി. ഇതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാ ദിവസവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടേണ്ടിയിരുന്നു. ഇപ്പോൾ പ്രിയദർശിനി വന്നുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. ഡെയിലി 4000-4500 ഓവറാണ്. ഡീസൽ അടിക്കാൻ കാശില്ല, പണിക്കാർക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. ആ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഇത് അതിരപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ വനത്തിക്കോടം മാത്രം, കാട്ടിക്കോടം മാത്രം പോണ വണ്ടിയാണ്. പിന്നെ പത്തടിപ്പാലം മലക്കപ്പാറ ചെന്നാലാണ് 4 ആൾ കയറുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നുള്ള യാത്രക്കാർ മാത്രമേ ഞങ്ങളുടെ ആശ്രയം. അവരൊക്കെ ഇപ്പോൾ ട്രാൻസ്പോർട്ടിൽ പോകണമായിരുന്നു. നമുക്കൊരു നിവൃത്തിയില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ 2 വണ്ടിനെ ഞങ്ങളുടെ ആശ്രയിച്ച് ഒരു 10 മണിക്കാരോളം ഉണ്ട്. അവരുടെ കുടുംബം പട്ടിണിയാവും. നമുക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. എബി ട്രാവൽസ് ലിമിറ്റഡ് ആണ് 1964 ഈ റൂട്ടിലൂടെ ആദ്യമായി സർവീസ് ആരംഭിക്കുന്നത്. ലാഭകരമല്ലാഞ്ഞിട്ടും പിന്നീടെത്തിയ പലരും ജനങ്ങൾക്കു വേണ്ടി സർവീസ് തുടർന്നു. ഏറ്റവും ഒടുവിൽ ഈ റൂട്ടിലൂടെ സർവീസ് നടത്തിയിരുന്നത് ചീനിക്കാസ് എന്ന ബസ്സായിരുന്നു. കാട്ടുപാതകളിലൂടെ പാലും പഴവും പച്ചക്കറികളും പത്രവുമെല്ലാം പ്രതിഫലം ഈടാക്കാതെ ജനങ്ങൾക്ക് എത്തിച്ചു നൽകിയത് ഈ സർവീസിലൂടെയായിരുന്നു. രാവിലെ 6:45 ചാലക്കുടിയിൽ നിന്ന് സാധനങ്ങളുമായി തിരിക്കുന്ന ബസ് ആളില്ലാത്ത സ്റ്റോപ്പുകളിൽ പോലും നിർത്തി തോട്ടം തൊഴിലാളികൾക്കുള്ള പത്രവും പച്ചക്കറിക്കെട്ടുകളും എത്തിച്ചിരുന്നു. അങ്ങനെ ജനങ്ങളുടെ എല്ലാമായിരുന്ന സർവീസാണ് എന്നേക്കുമായി അവസാനിക്കുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.